എല്ലാവർക്കും നമസ്കാരം. നാട്ടിലങ്ങനെ എത്തി. അപ്പോൾ അലോവേര എനിക്ക് ഒത്തിരി വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അലോവേര. അറ്റ് ദ സെയിം ടൈം നല്ല റിസ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അലോവേര പ്രോസസ്സിങ്. അത് ഞാൻ പൊതുവേ അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടാണ് എല്ലാത്തിലും, അതും അതിൻ്റെ ജെല്ലായാലും അതുപോലെ തന്നെ ക്രീമിലായാലും ഹെയർ കെയർ, സ്കിൻ കെയർ എല്ലാത്തിലും ഞാൻ ആ ഫ്രഷ് അലോവേര ജ്യൂസ് എടുത്ത് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അലോവേര നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഫ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ, അതായത് 2-3 hours നമ്മളത് പ്രോസസ്സ് ചെയ്തിരിക്കണം. അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് ജേംസ് വളരാനും ഓക്സിഡൈസ് ചെയ്യാനും ഒക്കെ വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇനി അത് എങ്ങനെയാണ്, കാരണം ഓരോ ക്ലൈമറ്റിനനുസരിച്ചും കാര്യങ്ങൾ ചേഞ്ച് ആവാം. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അലോവേര ഗാർഡൻ കംപ്ലീറ്റ് പോയി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ പുല്ലൊക്കെ പറിച്ച്, അതുപോലെ തന്നെ ഈ അലോവേര നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ ഇതുപോലെയുള്ളത് പറിച്ച് കളയുക. പുല്ലൊക്കെ പറിച്ച് നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 3-4 ഇതിൽ നിന്ന് നമുക്ക് നല്ല അലോവേര ജെല്ല് കിട്ടും. അതുപോലെ മെച്ചുറായിട്ടുള്ള ജെല്ലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പോൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഞാൻ ടൈം എടുക്കും, കാരണം ഞാൻ മാനുവലായിട്ടാണിത് ഇതിൻ്റെ ജ്യൂസ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 മാസം ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ആ ജ്യൂസ് കിട്ടുള്ളൂ. പല രീതിയിൽ നമുക്ക് ഈ ജെല്ല് അലോവേരയുടെ പ്രോസസ്സ് ചെയ്തെടുക്കാം ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ട്. അതായത് നമുക്ക് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളതിലേക്ക് 50% വാട്ടർ, 5% വാട്ടർ അങ്ങനെയൊക്കെ എക്സ്ട്രാക്റ്റ് മേടിച്ചിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന പോലെ ഈ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അതുപോലെ തന്നെ ഹെയർ കെയറിലായാലും കണ്ടീഷണർ, ഷാമ്പൂ ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, വാട്ടർ സോളിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇതിൽ ഇലക്ട്രോലൈറ്റ്സ് ഇതിൽ കൂടുതലുള്ള കാരണം ചിലപ്പോൾ റിയാക്ഷൻ നടക്കും. അപ്പോൾ അത് ഈ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ അലോവേര അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറിച്ച് കളഞ്ഞാണ്, കള വന്നിട്ട് പറിച്ച് കളഞ്ഞാണ്. കാരണം അതിൻ്റെ ഫ്ലഷ് എടുത്താലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത്ര മെച്ചുറല്ല, അത് ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടുന്ന ഇലകളൊക്കെ വെച്ച് എനിക്ക് ഇതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്താൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലാണ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.